പിണറായി മോഡൽ ആവർത്തിച്ച് വി.ഡി. സതീശൻ സർക്കാർ. സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങൾക്ക് വിലക്ക്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ച UDF അധികാരത്തിലെത്തിയതോടെ നിലപാട് മാറ്റി വീണ്ടും കടുത്ത മാധ്യമ നിയന്ത്രണങ്ങളിലേക്ക്. സെക്രട്ടേറിയറ്റിൽ പൊതുജനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ മറവിലാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെയും പുതിയ വിലക്കുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മുതൽ സർക്കാർ അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് പോലും മുൻകൂട്ടി അനുമതിയില്ലാതെ സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. മാധ്യമപ്രവർത്തകർ എത്തിയാൽ സുരക്ഷാ ജീവനക്കാർ അവരെ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള റൂമിലേക്ക് മാറ്റും. അവിടെ വെച്ച് ഏത് വകുപ്പിലെ ഉദ്യോഗസ്ഥരെയാണോ കാണേണ്ടത് അവരുടെ കൃത്യമായ അനുമതി ലഭിച്ചാൽ മാത്രമേ അകത്തേക്ക് പ്രവേശനം അനുവദിക്കൂ. വകുപ്പിൽ നിന്ന് ആരാണ് വിളിച്ചതെന്നും ആർക്കാണ് പ്രവേശന അനുമതി നൽകിയിട്ടുള്ളതെന്നും പ്രത്യേക രജിസ്റ്ററിൽ എഴുതിവെച്ചതിനു ശേഷം മാത്രമേ മാധ്യമപ്രവർത്തകർക്ക് സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കാൻ സാധിക്കൂ. മാധ്യമപ്രവർത്തകർ സ്വതന്ത്രമായി സെക്രട്ടേറിയറ്റിനകത്ത് കയറി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് സർക്കാരിന് വീഴ്ചകൾ വരുത്തുന്ന രേഖകളോ വിവരങ്ങളോ കണ്ടെത്തുന്നതിനെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാധ്യമ വിലക്ക്. മുഖ്യമന്ത്രിയെ വിമർശിച്ചവർക്കെതിരെ കേസെടുത്തതും വിവാദമായിരുന്നു. നിരവധി പേർക്കെതിരെയാണ് ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും മുഖ്യമന്ത്രി വി.ഡി. സതീശനെ വിമർശിച്ചതിന് കേസെടുത്തത്.